ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഇതാ കുറച്ച് പിസ്താഷ്യലായിട്ടാണ് വന്നിട്ടുള്ളത്. കൂടെ കുറച്ച് ബാംബൂ സ്റ്റിക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. ബാംബൂ സ്റ്റിക്കിന് പകരം നമുക്ക് വേണമെങ്കിൽ ഈർക്കിളെടുക്കാം. ഇനി ഒരു ചെറിയ പീസ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതാ ഈ ഒരു അറ്റത്ത് കുറച്ച് ഗ്ലൂ കൊടുത്തിട്ട് ഒന്ന് ചുരുട്ടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ബാംബൂ സ്റ്റിക്കൊന്നും ഉണ്ടായിന്ന് വരില്ലല്ലോ, അപ്പോൾ നമുക്ക് ഈർക്കിൾ വെച്ചിട്ടും ചെയ്ത് നോക്കാം. ഇനി 2 പിസ്താഷ്യൽ ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ 2 സൈഡിൽ നിന്നും ഓരോന്നും കൂടെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതുപോലെ കുറച്ചെണ്ണം ഉണ്ടാക്കിയെടുക്കണം. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഗ്ലൂ ഗൺ എടുത്തിട്ടുള്ളത്. ഇനി ഗ്ലൂ ഗൺ ഇല്ലയെന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ടും ചെയ്ത് നോക്കാം. കുറച്ച് സമയം നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണം, എന്നാലേ ഫെവിക്കോൾ ആകുമ്പോൾ അവിടെ ഒട്ടി നിൽക്കുള്ളൂ. ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് ഫെവിക്കോൾ വെച്ചിട്ടാണ്. പിന്നെ അത് നന്നായിട്ട് ഉണങ്ങാനായിട്ട് കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിവിടെ കുറച്ചെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഗോൾഡൻ കളറാണ് കൊടുക്കുന്നത്. പിന്നെ കളറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നല്ല കളർഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ റെഡ്, പിങ്ക്, യെല്ലോ ഒക്കെ കൊടുത്തിട്ട് നല്ല കളർഫുൾ ആക്കാം. ഞാനിവിടെ ഈ ഒരു ഗോൾഡൻ കളർ മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെ ആ ഒരു പിങ്ക് കളർ ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ കാണുന്നുണ്ട്, അവിടെയൊക്കെ നന്നായിട്ട് പെയിൻറ്റ് കൊടുക്കണം. പിന്നെ ഇത് ആദ്യം പിസ്താഷ്യലിന് പെയിൻറ്റ് കൊടുത്തിട്ട് പിന്നെ ഒട്ടിച്ചെടുത്താലും മതി. പിന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നും അധികം പെയിൻറ്റ് ആകുന്നൊന്നുമില്ല. പിസ്താഷ്യലിൽ മാത്രമായിട്ട് പെയിൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലാകെ പെയിൻറ്റൊക്കെ ആകും. അപ്പോൾ എനിക്കൊന്നുകൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ ശേഷം പെയിൻറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് ഉണക്കിയെടുത്ത ശേഷം നമുക്കിതിലേക്കുള്ള ലീഫ് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിതാ ഈ ഒരു പേപ്പർ ബോക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അധികം വീതി ഇല്ലാത്ത നീളത്തിലുള്ള ലീവ്സുകളാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് അധികം കട്ടിയില്ലാത്തൊരു പേപ്പർ ബോക്സാണ് കേട്ടോ. നമ്മൾ A4 പേപ്പറിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തീരെ കട്ടിയില്ലാതായി പോകും. പിന്നെ കാർഡ്ബോർഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കട്ടി കൂടി പോകും. അപ്പോൾ ഇത് അധികം കട്ടിയില്ലാത്തൊരു പേപ്പർ ബോക്സാണ്. ഇനി ഇതെല്ലാത്തിലും ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗ്രീൻ കളർ അതിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതിൻ്റെ കളർ ലാസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ 2 സൈഡും പെയിൻറ്റ് ചെയ്ത് ഉണക്കിയെടുത്ത ശേഷം ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. 2 സൈഡിലും ഇതുപോലെ ലീവ്സ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇതിലേക്കെല്ലാം ലീവ്സൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുത്ത് ഫ്ലവർ വേസിലേക്ക് വെച്ച് കൊടുത്ത ശേഷം എനിക്ക് അത്രയ്ക്ക് ഭംഗിയായിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ലീവ്സും കൂടെ ഗോൾഡൻ കളറിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടമായതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.